ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കോൺസെൻട്രേഷൻ എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ആ ഒരു കണ്ടീഷനിൽ നിന്നും എങ്ങനെ ഒരു കാമായിട്ടുള്ള രീതിയിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ നമുക്ക് 3 യോഗാസനങ്ങൾ പരിചയപ്പെടാം. നമുക്കറിയാം, ഇന്നത്തെ കുട്ടികളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കോൺസെൻട്രേഷൻ്റെ കുറവ്. കുറച്ച് നേരം അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്ത് ഇരിക്കാനുള്ള ഒരു കഴിവിൻ്റെ കുറവ്, അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ചധികം നേരം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ബാക്കി എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിൽ ശ്രദ്ധിക്കാൻ കുറച്ചധികം നേരം ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ഈ എല്ലാ കണ്ടീഷനെയും ഒരുമിച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരുപാട് യോഗാസനങ്ങളുണ്ട്. അതിൽ 3 എണ്ണം ഇന്ന് നമുക്ക് പരിചയപ്പെടാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ 3 യോഗാസനങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് താടാസനം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി കാലുകൾ ചേർത്ത് വയ്ക്കാം, കൈകൾ കോർത്ത് പിടിക്കാം, ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാൽ വിരലുകളിൽ ഉയരാം. കാൽ വിരലുകളിൽ നന്നായി ബോഡിയെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഉയർന്നു വരാം. നമ്മുടെ കണ്ണിൻ്റെ അതേ ലെവലിൽ, ഐ ലെവലിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ശ്വാസത്തെ ഹോൾഡ് ചെയ്ത് ആ ഒരു പൊസിഷനിൽ നിൽക്കാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക്. അടുത്തതായി നമുക്ക് വൃക്ഷാസനം പ്രാക്ടീസ് ചെയ്യാം. അതിനായി റൈറ്റ് ലെഗ് ഉയർത്തി തുടയോട് ചേർത്ത് പതിച്ചു വയ്ക്കാം. 2 കൈകളും ബാലൻസ് ചെയ്യാം. കൈകൾ കൂപ്പി ശ്രദ്ധയോടുകൂടി വൃക്ഷാസനം. And relax. Same with the left leg. Left leg ഉയർത്താം. പാദം തുടയോട് ചേർത്ത് വയ്ക്കാം. ബാലൻസ്. കൈകൾ കൂപ്പി ശ്രദ്ധയോടെ ധൈര്യത്തോടു കൂടി വൃക്ഷാസനത്തിൽ ഐ ലെവലിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സാധാരണഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം. ഓക്കെ, കൈകൾ താഴേക്ക് കൊണ്ടുവരാം. ആൻഡ് റിലാക്സ് യുവർ ലെഗ്സ്. അടുത്തതായി നമുക്ക് ഉൽക്കടാസനം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി കാലുകൾ ചെറുതായി അകത്താം, കൈകൾ സൈഡിലൂടെ ഉയർത്താം. കൈകൾ കൂപ്പി തംസ് തമ്മിൽ, തള്ളാൻ വിരലുകൾ തമ്മിൽ ലോക്ക് ചെയ്തുകൊണ്ട് ബോഡിയെ നന്നായി മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ആ സ്ട്രെച്ചിങ്ങോട് കൂടെ തന്നെ നമുക്കൊരു ചെയറിലിരിക്കുന്നത് പോലെ താഴേക്ക് വരാം. ചെയർ പോസ് എന്നുകൂടി ഇത് അറിയപ്പെടുന്നു. ഉൽക്കടാസനം. നമ്മുടെ ഐ ലെവലിലുള്ള ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. റിലാക്സ്. ഇപ്പോൾ നമ്മൾ കണ്ട 3 യോഗാസനങ്ങളും നമ്മുടെ കോൺസെൻട്രേഷൻ ഒരു വസ്തുവിൽ തന്നെ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ തന്നെ കേന്ദ്രീകരിക്കുന്നതിന് സഹായിക്കുന്നു. നമുക്ക് ദിവസേന 1 മുതൽ 3 തവണ വരെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ യോഗാസനങ്ങളുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.